അപ്പോൾ നമ്മുടെ മുയൽ റോസ്റ്റിൽ നിന്ന് കുറച്ചിങ്ങോട്ട് നമുക്കിങ്ങോട്ട് എടുക്കാം, ഒരു മിക്സ് ചെയ്തിട്ട്. കിടപ്പ് കണ്ടാ ഇവിടെ വാട. ഇത് നമ്മുടെ ദോശയുടെ കോണിലോട്ട് അങ്ങ് ഇടാം. ഇനി നമുക്ക് ഒരു ദോശ ഇങ്ങോട്ട് എടുത്തിട്ട് വയ്ക്കുക. അതിലേക്ക് ലേശം മസാല ഇതിൻ്റെ മണ്ടയിലേക്ക് അങ്ങോട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ മുയലിൻ്റെ ഒരു കഷ്ണം ഇറച്ചി നൈസായിട്ട് അങ്ങ് എടുത്ത് അതും വെക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ടുണ്ടല്ലോ. നമസ്കാരം, എല്ലാവർക്കും ഹിൽ ടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിന്ന് മുയൽ റോസ്റ്റും തട്ടുദോശയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നല്ല സുന്ദര കുട്ടന്മാർ രണ്ടുപേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഡെയിലി അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അറിയിക്കുന്നതാണ്. അപ്പോൾ എന്നാൽ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. നമ്മുടെ നേരത്തെ കത്തിച്ച കരിയൊക്കെ ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട്. നമുക്ക് പുല്ല് വെച്ച് കത്തിക്കാം. വേറെ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഫ്യൂലുള്ളപ്പോൾ എന്തിനാ വേറെ. ഗോൾഡിൻ്റെ കുട്ടി മിണ്ടണമെന്ന് പറഞ്ഞാൽ നീണ്ട മിണ്ട കുട്ടി മിണ്ടിട്ടേ. അപ്പം നമ്മുടെ തീയൊക്കെ നന്നായിട്ട് കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പാത്രം വെച്ച് അങ്ങ് പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മുടെ പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് സവാള കനം കുറഞ്ഞരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള എളുപ്പം വഴറ്റിയെടുക്കാനായിട്ട് കുറച്ച് ഉപ്പങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ സവാള വഴറ്റിയെടുക്കുമ്പോൾ ഉപ്പിട്ട് വഴറ്റിയെടുക്കുന്നത് വേറൊന്നിനുമല്ല, എളുപ്പം വഴറ്റിയെടുക്കാൻ പറ്റുന്നത് ഇതിലത്തെ ജലാംശം എല്ലാം വെളിയിലേക്ക് വേഗം വരും. അപ്പോൾ നമുക്ക് അത് വറ്റിക്കോളും. അങ്ങനെയാണ് സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പിടുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ സവാള പാതി വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളക് നടുകെ കീറിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ശരിക്കും അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ പൊള്ളി ആ ഒരു രീതിക്ക് വന്നാലേ ആ റോസ്റ്റിനും ആ ഒരു ഫീൽ ഉണ്ടാകത്തുള്ളൂ. അപ്പം നന്നായിട്ട് നമുക്ക് അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി നീട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിനകത്തോട്ട് ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. റോസ്റ്റ് ഗ്രേവി നന്നായിട്ട് വഴറ്റി സവോളയൊക്കെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. എന്നാലേ അത് റോസ്റ്റ് ചെയ്തിടുക. അതായത് ലാസ്റ്റ് ആ എണ്ണയൊക്കെ മസാലയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ലാസ്റ്റ് ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരണം. അപ്പോൾ നന്നായിട്ട് സവോളയൊക്കെ വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് സവോളയെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് തക്കാളി കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി നല്ല കനം കുറച്ച് അരിഞ്ഞതാണ്, അത് കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു തക്കാളി വേവുന്നവരെ നമുക്ക് ഒന്നുകൂടെ വഴറ്റണം. കണ്ടോ നമ്മൾ എത്ര സവോള ഇട്ടാൽ നോക്കിയേ. ഇപ്പോൾ കണ്ടോ മൊത്തം കുറച്ചായി. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇതിനകത്ത് വെന്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവേ. കുറച്ച് മല്ലിപ്പൊടി, ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ആ എരിവ് കണക്ക് കൂട്ടി വേണം ഇടാൻ. അവസാനമായിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ മുയലിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നതാണ്. ഇതിന് നമുക്കങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കാം. ഓരോ കഷ്ണത്തിലും കറക്റ്റായിട്ട് മസാലയൊക്കെ പിടിക്കണം. അപ്പോൾ നമ്മുടെ മുയലിറച്ചിയൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ മസാലയ്ക്കകത്ത് പുരട്ടി എടുത്തിട്ടുണ്ട്.
അപ്പോൾ മുയലിന് നല്ല വേവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ മുയൽ റോസ്റ്റിനുള്ള എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് കണ്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെന്താൽ മതി. അപ്പോൾ നമുക്കിതിന് അടച്ച് വെക്കാം. മുയൽ കുറച്ച് വേവുണ്ട്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് തീയൊക്കെ കത്തിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ റോസ്റ്റൊക്കെ നന്നായിട്ട് ഇളക്കിയൊക്കെ ഇട്ട് അടുക്കി പിടിക്കാതെയൊക്കെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചതാണ്. അപ്പോൾ നമുക്കിത് തുറന്നു നോക്കിയാലോ. വേണ്ട, വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ റോസ്റ്റ് റെഡിയായിട്ടുണ്ട്. കാണാം അവിടെ ആവി തുറന്നിട്ട്. പിന്നെ മുയൽ റോസ്റ്റ്. അപ്പോൾ ഇതിലോട്ട് ഇനി നമുക്ക് ലേശം കുരുമുളകും കൂടെ അങ്ങോട്ട് പൊടിച്ചിടാം. മുയലൊക്കെ ആയതുകൊണ്ട് തന്നെ ആ കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ വേണം. ഇനി നമുക്ക് ഇത് മൊത്തത്തിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പറായിട്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്. ഇത് നമുക്ക് ഇറക്കിയിട്ട് ദോശ വിട്ട് തുടങ്ങാം. നമ്മുടെ മുയൽ റോസ്റ്റ് ഇറക്കി ഇവിടെ കൊണ്ട് വെക്കാം. എന്നിട്ട് വേണം നമുക്ക് ദോശയും കൂടെ ചുട്ടങ്ങോട്ട് കഴിക്കാം. അപ്പോൾ നമ്മുടെ തട്ടുദോശയ്ക്കുള്ള കല്ലൊക്കെ നമ്മൾ വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മാവ് കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല അടിപൊളി പാൻ കേക്ക് പോലെ അല്ലേ. അപ്പോൾ നമ്മുടെ ദോശ നമുക്ക് ഓരോന്നായിട്ട് അങ്ങ് വാങ്ങാം. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ നമുക്ക് ഇതുപോലെ ചുട്ടെടുത്തിട്ട് നമ്മുടെ മുയൽ റോസ്റ്റും കൂട്ടി പിടയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തട്ട് ദോശയും അതുപോലെ തന്നെ മുയൽ റോസ്റ്റും ഒക്കെ അടിപൊളിയായിട്ട് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ മുയൽ റോസ്റ്റിൽ നിന്ന് കുറച്ചിങ്ങോട്ട് നമുക്കിങ്ങോട്ട് എടുക്കാം, ഒരു മിക്സ് ചെയ്തിട്ട്. ഓ കിടക്കണ കിടപ്പ് കണ്ട ഇവിടെ വാട. ഇത് നമ്മുടെ ദോശയുടെ കോണിലോട്ട് അങ്ങ് ഇടാം. ഒരു ലേശം മസാലയും കൂടെ എടുക്കാം. ഓ മസാലയുടെ ഒക്കെ ആ ഒരു ഇത് കണ്ടോ, തിക്കായിട്ടുള്ള സാധനം. ഇനി നമുക്ക് ഒരു ദോശ ഇങ്ങോട്ട് എടുത്തിട്ട് വയ്ക്കുക. അതിലേക്ക് ലേശം മസാല ഇതിന് മണ്ടയിലേക്ക് അങ്ങോട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ മുയലിൻ്റെ ഒരു കഷ്ണം ഇറച്ചി നൈസായിട്ട് അങ്ങ് എടുത്ത് അതും വെക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ടുണ്ടല്ലോ. ഉഗ്രം കോമ്പിനേഷൻ കേട്ടോ. മുയൽ കുറച്ച് വേവുള്ള സാധനമാണ്. നമ്മളൊരു 1/4 മണിക്കൂറോളം വെച്ച് വേവിച്ചല്ല, വെള്ളമൊക്കെ ഒഴിച്ച്. 3/4 മണിക്കൂർ എടുത്തു. നല്ല കട്ടിയുള്ള ഇറച്ചി വേണം. നല്ല അടിപൊളി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇറച്ചിയും കൂടെയാണ് മുയലിൻ്റെ. അപ്പം നീ ഒരു കാര്യം ചെയ്യടാ, ഞാൻ കഴിക്കാൻ ആ നീ ആ ക്യാമറയോട് വെച്ചിട്ടേ നീ ഇവിടെ വാ. നിന്നെ കാണാനില്ലെന്നാണ് മൊത്തം പരാതി.
ബാ. എടാ ഈ തട്ടിൽ കുട്ടി ദോശ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? തട്ടിക്കുട്ടി ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിക്കൂട്ട് ദോശ അല്ല, ഈ തട്ടില് ചെറിയ ദോശ എന്നായിരിക്കും. തട്ടിക്കൂട്ട് ദോശ എന്നല്ല ഞാൻ ചോദിച്ചത്, തട്ടിൽ കുട്ടി ദോശ എന്ന് പറഞ്ഞു. നീ കഴുകി തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നു. കഴിച്ചൊരു അഭിപ്രായം. അതെ, അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ. ഇനി കഴിച്ച് നോക്കി പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദോശയും കൂടെ കൂട്ടി കുറച്ച് ഇറച്ചിയും ഗ്രേവിയും കൂടെ കൂട്ടി കഴിച്ച് നോക്കാം കേട്ടോ. മതി മതി, ഇത് എല്ല് വായിൽ കൊള്ളും. എല്ലല്ല, പീസ് ഉണ്ട്, ഇറച്ചി എടുക്കുക. ഇപ്പോൾ കാണുന്നവർക്ക് വിചാരിക്കുന്നുണ്ടാവും ഇവനിപ്പോൾ വന്ന് വെച്ച് തള്ളി മറിക്കും, ദേ നല്ല കിടിലൻ സാധനം അടിപൊളി എന്നൊക്കെ പറയുന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും കേട്ടോ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നാവിലെ രുചി മുകളങ്ങളൊക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കും. അമ്മാതിരി സാധനമാണ്. നമുക്ക് ടേസ്റ്റ് വീണ്ടും വീണ്ടും കഴിക്കാനുള്ളൊരു ടെൻഡൻസി നമ്മുടെ മനസ്സിന് തന്നെ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും എടുത്ത് കഴിക്കാനുള്ളൊരിത് നമ്മളെ ഉണർത്തും. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് സാധാരണ കഴിച്ചു പോകും കേട്ടോ. നീ കാണാൻ അമ്മാതിരി സാധനമാണ്, അടിപൊളിയാണത്. കേവലം ഒരു 2 വാക്കിലൊന്നും ഉപമിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് അടിപൊളിയാണ്. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. അടിപൊളിയാണ്. നീ കഴിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഞാൻ കഴിച്ച് നോക്കിയതാണ്, അതുകൊണ്ടല്ലേ ഞാൻ വീണ്ടും വീണ്ടും കഴിക്കാൻ പോകുന്നത്. പക്ഷേ ഡയലോഗ് ഇടയ്ക്ക് കയറിയതുകൊണ്ടാണ് കഴിക്കാൻ പറ്റാത്തത്. സാധനം കോരിട്ട് കഴിക്കും. കുറച്ചുകൂടെ ഗ്രേവി കോരിയിടാം. കോരിയിട്ട് 12:45 കേട്ടോ. ഇത് കോരിയിട്ട് കഴിച്ചിട്ട് നമ്മള് പിന്നെ സത്യമായിട്ടും അടിപൊളിയായിട്ടുണ്ട്. അതെ അതെ, നല്ല സൂപ്പർ സാധനം. റോസ്റ്റ് ഒന്നും പറയാനില്ല. ഈ ഗ്രേവി തന്നെ വെറുതെ കൂട്ടി കഴിച്ചാൽ തന്നെ അമ്മാതിരി ടേസ്റ്റാണ്. നമ്മുടെ ദോശയുടെ കൂടെ ആകുമ്പോൾ അടിപൊളി കോമ്പിനേഷൻ ആണ്, പറയാനില്ല. അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളിത് ഫുള്ള് കഴിച്ചു തീർക്കുന്നത് നിങ്ങൾ കാണേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ആയിട്ട് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എടാ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യും. ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ മാക്സിമം എല്ലാത്തിനും റീപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. പുതിയ വീഡിയോസ് ഒക്കെ വരുന്നതിൻ്റെയൊക്കെ അപ്ഡേഷൻ അതിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളി ഫുഡുകളൊക്കെ ഉണ്ടാക്കി കഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും പീസ്.